ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദിലീപ് ദേവസ്യ പണ്ട് സിനിമാ നടൻ പറഞ്ഞതുപോലെ പൊന്നപ്പനല്ലടാ ഇവൻ തങ്കപ്പൻ എന്ന് പറഞ്ഞതുപോലെ ഇത് ജൽജീവൻ മിഷൻ അല്ല ദിലീപ്, ഇത് ബിൽ ജീവൻ മിഷനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ദിലീപ്, ഒരു പ്രേക്ഷകൻ എഴുതുന്നു, ഈ ടാപ്പ് തുറന്നിട്ടാൽ എയർ വരും, എയർ വന്നാൽ മീറ്റർ തിരിയും, അതോറിറ്റിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ടാപ്പ് ഓഫാക്കിയിട്ടാൽ ബില്ല് വരില്ല എന്നാണ് പറയുന്നത്. മറ്റൊരു പ്രേക്ഷകൻ പറയുന്നത് ഈ അവസ്ഥ തന്നെയാണ് മലപ്പുറം ജില്ലയിൽ അങ്ങാടിപ്പുറത്തുമുള്ളത് എന്ന് പറയുന്നു. ടാപ്പ് തുറന്നിട്ട് വെള്ളം വന്നില്ലെങ്കിലും ബില്ല് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. കാറ്റ് വരുമ്പോൾ മീറ്റർ വർക്ക് ചെയ്യുന്നുണ്ട് അരുണേട്ട, സത്യമാണ് എന്ന് പറയുന്നു. ഒരു പക്ഷേ അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ചില പ്രേക്ഷകർ ഈ വാർത്ത കണ്ടിട്ട് അങ്ങനെയാണ് എഴുതുന്നത്. ദിലീപ് ദേവസ്യ അവരോടൊന്ന് പറഞ്ഞു നോക്കൂ, ആ മീറ്ററിൻ്റെ ടാപ്പ് ഒന്ന് അടച്ചു വയ്ക്കാൻ. പക്ഷേ എന്നാലും ഇത് അധികാരികൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? വെള്ളം കൊടുക്കാതെ ബില്ല് മാത്രം കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ് നാട്ടുകാർ പറയുന്നത് ദിലീപ്? ഡോക്ടർ അരുൺകുമാർ, കാറ്റിനല്ല പൈസ കൊടുക്കുന്നത്, വെള്ളത്തിന് വേണ്ടിയിട്ടാണ് പൈസ കൊടുക്കുന്നത്. പക്ഷേ ഈ നിർഭാഗ്യവശാൽ ആ പൈപ്പ് തുറക്കുമ്പോൾ കാറ്റാണ് വരുന്നത്. അത് ആ പ്രേക്ഷകൻ പറഞ്ഞത് ശരിയാണ്. അത് പൈപ്പ് തുറക്കുമ്പോൾ കാറ്റ് വരുന്നു, അപ്പോൾ ആ സമയത്ത് മീറ്റർ റീഡിംഗ് ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ മീറ്റർ റീഡിംഗ് വന്നു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടത് എന്താ? വെള്ളം വരുന്നില്ല, നിങ്ങൾക്ക് ഇപ്പോൾ പണം അടയ്ക്കേണ്ട, അല്ലെങ്കിൽ ഈ ബില്ല് നിങ്ങൾ കാര്യത്തിൽ എടുക്കേണ്ട എന്നുള്ള കാര്യങ്ങളാണ് പറയേണ്ടത്. പക്ഷേ ഈ ബില്ല് അടച്ചാലേ നിങ്ങൾക്ക് ഇനി വരും കാലങ്ങളിൽ വെള്ളം കിട്ടുകയുള്ളൂ, ആ സമയത്ത് വെള്ളം ലഭിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ടാപ്പ് ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ബില്ല് അടച്ചേ തീരൂ എന്നൊക്കെ പറയുമ്പോൾ അത് ശരിയുള്ള നടപടിയല്ലല്ലോ. മാത്രമല്ല, ഒരു വീട്ടിലൊക്കെ 417 രൂപ വെച്ചിട്ടൊക്കെ ആ ബില്ല് വന്നത്. 417 വെച്ചിട്ട് 3 മാസത്തേക്കൊക്കെ ബില്ല് വരുമ്പോൾ ഒരു സാധാരണക്കാരൻ അത് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ കൂടുതലാണ്. അതും ഒരു തരത്തിൽ പോലും വെള്ളം ലഭിക്കാത്ത കാരണത്താൽ, നമുക്കൊരു നേട്ടമില്ലാത്ത കാരണത്തിന് എന്തിനാണ് പണം കൊടുക്കുന്നതെന്നാണ് ഈ നാട്ടുകാർ ചോദിക്കുന്നത്. ഇത് ഈ കൊറ്റങ്കര പഞ്ചായത്തിലെ 17-ാം വാർഡിൽ ഏകദേശം 200 വീട്ടിലാണ് ഇതുപോലെ കാറ്റിന് പൈസ അടയ്ക്കേണ്ടി വന്നത്. ഇനി ഇവർ പറയുന്നത് ഇപ്പം അക്ഷയ സെൻറ്ററിൽ പോയിട്ട് താൽക്കാലിക ഡിസ്കണക്ഷൻ വാങ്ങാനാണ് പറയുന്നത്. ഇങ്ങനെ താൽക്കാലികമായി വാങ്ങുന്നതിന് 60 രൂപ അടയ്ക്കുകയും വേണം. എന്തിനാണ് സൗജന്യമായിട്ടൊരു വെള്ള കണക്ഷൻ നൽകുന്നതിന് 60 രൂപ നൽകി വീണ്ടും അത് താൽക്കാലികമായി റദ്ദ് ചെയ്യണം, വെള്ളം വരുമ്പോൾ നിങ്ങൾക്ക് ഇത് പുനഃസ്ഥാപിക്കാമെന്ന് പറയുന്നത്. അപ്പോൾ പോലും പറയുന്നത് ഈ ബില്ല് എന്തായാലും അടയ്ക്കണം, ഈ ബില്ല് അടച്ചതിന് ശേഷം നിങ്ങൾ 60 രൂപ കൊടുത്ത് ഇത് റദ്ദ് ചെയ്യണം, എങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഇനി എപ്പോഴെങ്കിലും വെള്ളം വരികയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിച്ചിട്ടോട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥ നാട്ടുകാർക്കുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ എന്തെങ്കിലും ഒരു കാലത്ത് ഈ പൈപ്പിൽ വെള്ളം വരികയാണെങ്കിൽ ഇപ്പോൾ 60 രൂപ കൊണ്ട് അടയ്ക്കണം. മാത്രമല്ല 60 രൂപയ്ക്ക് മുമ്പ് ഉള്ള ഇപ്പോൾ വന്നിരിക്കുന്ന ബില്ലും സെറ്റിൽ ചെയ്താൽ മാത്രമേ ഇത് കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ തന്നെ വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ വാട്ടർ അതോറിറ്റി എയുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അദ്ദേഹവുമായി സംസാരിക്കാൻ സാധിച്ചില്ല. എന്തായാലും ഇപ്പോൾ ഈ ബില്ലിൻ്റെ പകർപ്പൊക്കെ വെച്ച് നമ്മളിന്ന് എയെ പോയി കാണുന്നുണ്ട്. എന്താണ് എയുടെ അഭിപ്രായം, അല്ലെങ്കിൽ ഈ ഇത്രയും പോകുന്ന 200-ഓളം കുടുംബങ്ങൾക്ക് ഈ ബില്ല് അടയ്ക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഒരു നേട്ടമില്ലാത്ത കാര്യത്തിന് പണം അടയ്ക്കേണ്ടതുണ്ടോ എന്ന കാര്യങ്ങൾ ഇന്ന് വാട്ടർ അതോറിറ്റിയുമായി നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. അരുൺകുമാർ, ദിലീപ്, എന്തായാലും ആ കാര്യത്തിൽ ഇടപെടണം. നമുക്ക് ഈ വാർത്തയെ തുടർന്ന് പ്രേക്ഷകരുടെ ഒക്കെ കമൻറ്റുകൾ ധാരാളം വരുന്നുണ്ട്. പല സ്ഥലങ്ങളിലും സമാനമായ സാഹചര്യമുണ്ട്. എന്തായാലും ദിലീപ് ആ വിഷയത്തിൽ ഇടപെട്ടൊരു തീർപ്പുണ്ടാക്കൂ. അവരുടെ ബില്ല് അടയ്ക്കേണ്ടതില്ല എന്ന അധികാരികളെ കൊണ്ട് നമുക്ക് ഉറപ്പുവരുത്തണം. മാത്രമല്ല, ഇങ്ങനെ തുറക്കുമ്പോൾ വെള്ളം വരാതെ കാറ്റ് വന്നിട്ട് കാറ്റ് വന്നതിന് ബില്ല് ഏർപ്പെടുത്തുന്ന പരിപാടി ശരിയല്ല എന്ന് പറയുന്നുണ്ട്. ഒരു പ്രേക്ഷകൻ കൗതുകരമായ ഒരു കാര്യം പറയുന്നുണ്ട് ദിലീപ്. റോഡ് സൈഡിലാണെങ്കിൽ ഒരു പഞ്ചറിടാം കാറ്റടിക്കാൻ, പ്രത്യേകിച്ച് മെഷീൻ്റെ ആവശ്യമില്ലല്ലോ, ജൽജീവൻ പൈപ്പ് ഉണ്ടെങ്കിൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. മറ്റൊരു പ്രേക്ഷകൻ പറയുന്നു, ജൽജീവൻ കേന്ദ്ര പദ്ധതി ആയതുകൊണ്ട് പ്രതിപക്ഷ പ്രതിഷേധം പ്രതീക്ഷിക്കേണ്ടതില്ല എന്നൊരു അഭിപ്രായമുണ്ട്. ഉദ്യോഗസ്ഥ അഭിപ്രായം കൂടി അറിയിക്കണം എന്ന് അശോകൻ CB പറയുന്നുണ്ട്. ആ കാറ്റിന് നല്ല തണുപ്പാണ് ജിതേഷ് ആർ എന്ന് പറയുന്നത്. ഓടിവാ, ആ കാറ്റിൽ ഇരുത്തി തരാം. അവർക്ക് ബില്ല് വന്ന് ഇഷ്ടമാണ്. 417 രൂപയാണ് ഒരു മാസം ബില്ല്. ആ ബില്ല് എന്തിനാണ് കൊടുക്കുന്നത്? ഈ കാറ്റിന് തണുപ്പ് കിട്ടാനോ? അതവർ വേറെ ആസ്വദിച്ചോളും. ദെൻ തമാശ പറഞ്ഞു കേട്ടോ. എയർ അതോറിറ്റി എന്ന് പറയണം എന്ന് പറയുന്നുണ്ട്. വാട്ടർ അതോറിറ്റിയെ കുറിച്ചാണ് കേട്ടോ. എയർ അതോറിറ്റി എന്ന് പറയണം എന്ന് പറയുന്നുണ്ട്. ധാരാളം കമൻറ്റുകൾ വരുന്നു. ജൽജീവൻ മുഴുവൻ ക്രമക്കേടാണ് എന്ന് പറയുന്നു. അങ്ങനെ അഭിപ്രായം എനിക്കില്ല. ഉണ്ടാവാം. ടാപ്പ് തുറന്നാൽ വെള്ളത്തിന് പകരം കാറ്റ് വരുന്ന പ്രവണത കേരളത്തിൻ്റെ മൊത്തമുള്ളതാണ്. ഈ വന്ന കാശിൻ്റെ ബില്ല് അടച്ചില്ലെങ്കിൽ അവർ എന്ത് ചെയ്യും? കട്ട് ചെയ്യുമായിരിക്കും. വെള്ളമില്ലാത്ത ഈ പൈപ്പ് എന്തിനാണ് എന്ന് ചോദിക്കുന്നൊരു പ്രേക്ഷകൻ. എന്തായാലും അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വെള്ളമില്ലെങ്കിലും വെള്ളം കുടിപ്പിക്കുന്ന ബില്ലായിട്ട് മാറുന്നു എന്നതാണ് ദിലീപിൻ്റെ വാർത്തയിൽ നമ്മളിപ്പോൾ കണ്ടത്. ദിലീപ് എന്തായാലും ഈ വിഷയത്തിൽ ഇടപെടും. ദിലീപ് ഒരു കാര്യം ഇടപെട്ടാലുണ്ടല്ലോ അതിൻ്റെ അറ്റം കണ്ടേ പോകത്തുള്ളൂ. അപ്പോൾ എന്തായാലും ബില്ല് കൊടുക്കേണ്ടി വരുമോ ഇല്ലയോ എന്നുള്ളത് ഇന്ന് നമുക്കറിയാം.